പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നത് ഇങ്ങനെയൊന്ന് കേരളത്തിലെ മാധ്യമരംഗത്ത് മുൻപൊരിക്കലും ഉണ്ടാകാത്തത് കൊണ്ടാണ്. ഈ രാജ്യത്തെന്നല്ല, ഈ ലോകത്തെവിടെയെങ്കിലും ഒരു മാധ്യമം പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചതെന്ന്? പക്ഷേ ഇങ്ങ് കേരളത്തിൽ ഒരു മാധ്യമം ഒരു ഉളുപ്പുമില്ലാതെ മാലോകർ കേൾക്കെ വിളിച്ചു പറഞ്ഞു തങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചതെന്ന്. ആ ചാനലിൻ്റെ പേര് മീഡിയ വൺ എന്നാണ്. അവർ പറഞ്ഞത് 100 101% സത്യവുമാണ്. അവർ പ്രൊപ്പഗണ്ട നിർമ്മിച്ചു, പിന്നെ അജണ്ട സെറ്റ് ചെയ്തു, ഒടുവിൽ അത് വാർത്തകളായി പരിണമിച്ചു. അങ്ങനെയെങ്കിൽ അത് വിളിച്ചു പറഞ്ഞാൽ പിന്നെന്താ പ്രശ്നമെന്നല്ലേ? മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വേറെ ഒരാൾക്കും വേണ്ടിയായിരുന്നില്ല, VD സതീശന് വേണ്ടി തന്നെയാണ് മീഡിയ വൺ പണിയെടുത്തത്. അതുകൊണ്ടാണ് തെരുവിൽ നടന്ന സ്പോൺസേഡ് പ്രതിഷേധങ്ങളെ സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ജനകീയ പോരാട്ടമായി മീഡിയ വൺ വ്യാഖ്യാനിച്ചത്. കൂടെ നിൽക്കുന്ന MLA-മാരുടെ എണ്ണം 2 അക്കത്തിനപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയാതെ പോയ സതീശനെ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദഫലമായി മുഖ്യമന്ത്രിയായി മീഡിയ വൺ അരിയിട്ട് വാഴിച്ചു. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ ഹീറോ എന്തു ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ സംഘ് പരിവാറിന് വേണ്ടി ആഞ്ഞു പണിയെടുക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രിയാകാൻ തോളിൽ കൈയിട്ട VD സതീശനെ പിന്നെ മീഡിയ വണ്ണിന് കാണാൻ കഴിഞ്ഞില്ല. ഈ നാട്ടിൽ ആർക്കും കാണാൻ കഴിയാത്ത പലതും കണ്ടെത്തുന്ന മീഡിയ വൺ സതീശൻ്റെ സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് എത്ര ഇരുട്ടുമുറി ചർച്ചകൾ നടത്തി. സതീശൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് പിണറായി വിജയൻ എന്നായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ മതേതര കേരളത്തെ എടുത്തു മറിച്ചിടില്ലായിരുന്നോ? ഇരുട്ടുമുറി ചർച്ച എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസിൽ സി ദാവൂദിൻ്റെ പങ്കാളിത്തം ഇപ്പോൾ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. നിലപാടുകളുടെ തമ്പുരാക്കന്മാരായ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കറിയാം എപ്പോ മുങ്ങണം എപ്പോ പൊങ്ങണമെന്നൊക്കെ. ഇടത് ഹിന്ദുത്വ പോലെ CPM-നെ തകർക്കാൻ കഴിയുന്ന ഏതെങ്കിലും വാചകങ്ങളുടെ പണിപ്പരയിലാണോ ഇനി സി ദാവൂദ്? സത്യം പറ ദാവൂദേ, സതീശനെതിരെ പറയാൻ കഴിയാഞ്ഞിട്ട് നിങ്ങൾ ഒളിവിലല്ലേ? ആദ്യഘട്ടം എന്ന നിലയ്ക്ക് മീഡിയ വണ്ണിനോട് 10 ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 50-ലേറെ ചോദ്യങ്ങൾ കൈവശമുണ്ടെങ്കിലും ഇന്നത്തെ ന്യൂസ് ലാബിൽ 10 മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിന് മീഡിയ വണ്ണിന് മറുപടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം, കാത്തിരുന്നു കാണാം. അതിനുശേഷം ബാക്കി ചോദ്യങ്ങൾ ചോദിക്കാം. ഈ പോക്കാണെങ്കിൽ നാളെ കൊണ്ട് തന്നെ ചോദ്യങ്ങളുടെ എണ്ണം 100 കവിയുമെന്ന് ഉറപ്പിക്കാം. ഇടയ്ക്ക് ന്യൂസ് ലാബ് ഇരുട്ടുമുറി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇരുട്ടിൽ നിന്ന് ആദ്യം ചോദ്യം തുടങ്ങാം. VD സതീശൻ അധികാരമേറ്റതിന് പിന്നാലെ പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ കട്ടുകളുണ്ടായി. അതായത് കറണ്ട് കട്ട്. കേരളം കഴിഞ്ഞ 10 വർഷമായി കേൾക്കാതിരുന്ന, അറിയാതിരുന്ന ഒന്ന് അനുഭവിച്ചു തുടങ്ങി. 10 വർഷം ഇല്ലാതിരുന്ന കറണ്ട് കട്ട് പെട്ടെന്ന് എങ്ങനെയാണ് വന്നത്? കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഭരണപരാജയം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാം ഈ കറണ്ട് കട്ടിനെ. സംശയമുള്ളവർക്ക് മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി MM മണി ഈ കറണ്ട് കട്ടിന് പിന്നാലെ നടത്തിയ പ്രതികരണങ്ങൾ കണ്ടാൽ മനസ്സിലാകും LDF സർക്കാർ ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിലെറിയും. ഇത് ഇപ്പോൾ മന്ത്രിയായ KM ഷാജി പറഞ്ഞതാണ്. UDF-ന്റെ ആകെ ഒരു വികാരവും ഈ മട്ടിലായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ഒടുവിൽ വന്ന വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ UDF തീരുമാനിച്ചു എന്നതാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് ന്യായീകരിച്ചും എഴുതുന്നത് കണ്ടു. ന്യൂസ് ലാബിൻ്റെ മുന്നിൽ തെളിയുന്നത് കുറേ മുഖങ്ങളാണ്. മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ്, അവതാരക സിംഹങ്ങളായ SA അയ്യംസ്, നിഷാദ് റാവുത്തർ. എന്തായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിൽ? പൊട്ടിക്കരയണം എന്നൊക്കെ തോന്നും. പിടിച്ചു നിൽക്കണം, പരമാവധി പിടിച്ചു നിൽക്കണം. നമ്മൾ അധികാരത്തിലെത്തിച്ച സർക്കാരാണ്, അത് മറക്കരുത്. അത് മറന്ന് നമ്മളൊന്നും പറഞ്ഞുകൂടാ. ആർക്കെങ്കിലും പൊട്ടിക്കരയണമെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് മുന്നോ ഡ്യൂട്ടിക്ക് ശേഷമോ വീട്ടിൽ പോയിരുന്നേ പൊട്ടിക്കരയാവൂ എന്ന്
പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ ചോദ്യം വഖഫ് ബോർഡിനെ കുറിച്ചാണ്. അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിയാലും കുഴപ്പമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിച്ചല്ലോ. അപ്പോൾ സുപ്രീം കോടതിയിൽ പോയി ഇനി എന്നാ ന്യായം പറയും? മുസ്ലിം സമുദായത്തെ കാര്യമായി ബാധിക്കുന്ന വിഷയത്തിൽ മുൻ LDF സർക്കാർ കേന്ദ്ര നിലപാടിന് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയും ചെയ്യുകയാണ്. ഇതിലും നിങ്ങൾ മുഖ്യമന്ത്രിയാക്കിയാൽ നിങ്ങളെ നല്ല വൃത്തിക്ക് പറ്റിച്ചില്ലേ? അടുപ്പുകൂട്ടി ചർച്ചയോ ഫൈനൽ ആർഗ്യുമെൻറ്റോ സ്പെഷ്യൽ എഡിഷനോ അങ്ങനെ ഏതേലും പരിപാടിയിൽ മേനോൻ സർക്കാരിനെ വെളുപ്പിച്ചായിരുന്നോ? നാലാമത്തെ ചോദ്യം മദ്യനയത്തെക്കുറിച്ചാണ്. മുസ്ലിം മതവിശ്വാസികൾ പൊതുവെ മദ്യപിക്കാറില്ല. എന്നാൽ മദ്യനയത്തിന് കൊണ്ടുവന്ന ഇളവുകൾ സമൂഹത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ മറ്റ് മുസ്ലിം സംഘടനകളെ പോലെ ജമാഅത്തെ ഇസ്ലാമിക്കും അതിൻ്റെ ജിഹ്വയായ മീഡിയ വണിനും നിലപാടൊന്നുമില്ലേ? ബക്കാഡി കമ്പനിക്ക് വേണ്ടി 251% എന്നത് 120% വരെ ആക്കിയത് മീഡിയ വൺ എത്ര തവണ ചർച്ച ചെയ്തു? എത്ര തവണ കേരളത്തെ ഇളക്കിമറിച്ചു? MB രാജേഷ് ആയിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്ന പുകലുകൾ എന്തൊക്കെയെന്ന് നിങ്ങൾ തന്നെയൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. അഞ്ചാമത്തെ ചോദ്യം ചില പെൻഷനുകൾ മുടങ്ങുന്നതിനെ കുറിച്ചാണ്. പ്രവാസി പെൻഷൻ, സ്ത്രീ സുരക്ഷാ പദ്ധതി വിതരണം വൈകുന്നത് മീഡിയ വൺ അറിഞ്ഞിട്ടുണ്ടോ? ഇനി അഥവാ അറിഞ്ഞാൽ തന്നെ തീ പിടിപ്പിക്കുന്ന വാർത്തയാക്കാൻ താല്പര്യപ്പെടുമോ? ചിലപ്പോൾ ഒരു വാർത്ത പേരിന് കൊടുത്തേക്കും, അത്രമാത്രം. മേനോൻ ചേട്ടന് പൊള്ളുന്നൊന്നും ഞങ്ങളിട്ട് കത്തിക്കുകയില്ല. ഇനി ആറാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നതിനാൽ ചോദ്യം ലേശം വൈകിപ്പോയി. ലൈഫ് മിഷൻ പദ്ധതിയിലെ അനിശ്ചിതത്വം തുടരുകയാണ്. അപേക്ഷ സ്വീകരിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ 5 ലക്ഷത്തിൽ പരം മനുഷ്യർക്ക് വീടും അതിനൊപ്പം അന്തസ്സും നൽകിയ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെയുള്ള മറ്റു മനുഷ്യരുടെ വീടുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ വെക്കാൻ തയ്യാറെടുക്കുകയാണ് സതീശൻ സർക്കാരും ലീഗിൻ്റെ പുപ്പുലി KM ഷാജിയും. ഇക്കാര്യത്തിൽ മീഡിയ വൺ തീ തുപ്പിയിരുന്നോ? അത്രയ്ക്കങ്ങോട്ട് തുപ്പിയില്ലെന്നാണ് ന്യൂസ് ലാബിൻ്റെ വിലയിരുത്തൽ. ഏഴാമത്തെ ചോദ്യം സങ്കടകരമായ ഒരു വാർത്ത കൂടിയാണ്. കൊല്ലം കുണ്ടറയിൽ സിയാദ് എന്നു പേരുള്ള ഒരു പിതാവ് കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചുപോയി. അയൽപ്പക്കത്തെ കുട്ടിയെ കാണാനില്ല എന്ന പരാതിയിൽ സിയാദിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വാഹനത്തിലിട്ട് തന്നെ ആ ശരീരത്തെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കി. ജൂൺ 17-നാണ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ കാണാതായ കുട്ടി തിരികെ എത്തിയതോടെ സിയാദിനെ വിട്ടയച്ചു. എന്നാൽ അസുഖം മൂർച്ഛിച്ച സിയാദ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് മരിച്ചത്. മീഡിയ വൺ മിണ്ടണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കണം. അതാണ് അവരുടെ ശീലം. അവർക്കെന്ത് സിയാദ്, അവർക്കെന്ത് മുസ്ലിം സ്നേഹം. ഇനി എട്ടാമത്തെ ചോദ്യം ആഭ്യന്തരത്തെക്കുറിച്ച് പരാമർശിച്ച സ്ഥിതിക്ക് അതിൻ്റെ മന്ത്രിയെ കൂടി ഒന്ന് വിലയിരുത്തണമല്ലോ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരുന്നുവെന്ന് വാദിക്കുന്ന സംഘടനയുടെ വക്താവായി ടെലിവിഷൻ സ്ക്രീനിലെത്തി. പിന്നീട് വലിയ താരപരിവേഷം കിട്ടിയ അങ്ങേയറ്റം ഉഡായിപ്പ് ടീമാണ് ശ്രീജിത്ത് പണിക്കർ. ചാനൽ ചർച്ചകളിൽ സംഘപരിവാറിന് വേണ്ടി പടവാളെടുക്കുന്നയാൾ. അങ്ങനെ ഒരാളെ അപ്രതീക്ഷിതമായി ചെന്ന് കാണാനും ജന്മദിന ആശംസ അറിയിക്കാനും തുനിഞ്ഞത് മറ്റാരുമല്ല, ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയാണ്. മീഡിയ വൺ ഒരു കാര്യം ഓർക്കണം. കുറച്ചു കൊല്ലം മുന്നേ ഫ്രെയിമിലെ വിൻഡോയിൽ വലത് നിരീക്ഷകനെന്ന് എഴുതി കാണിച്ചതിൽ പ്രതിഷേധിച്ച് മീഡിയ വൺ ബഹിഷ്കരിച്ചയാളാണ് ശ്രീജിത്ത് പണിക്കർ. ഈ പണിക്കരെ പോയി ആഭ്യന്തരമന്ത്രി അപ്രതീക്ഷിതമായി കണ്ടതിലും മീഡിയ വണിന് കുണ്ഠിതമില്ല. പ്രമോദ് രാമൻ്റെയും ദാവൂദിൻ്റെയും അജിംസിൻ്റെയും നിഷാദിൻ്റെയും ഒക്കെ ജീവിതം അതൊരു വല്ലാത്ത ജീവിതമാണ്. അടുത്തത് 9ാമത്തെ ചോദ്യം ആഭ്യന്തരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഡൽഹിയിൽ കോക്രോച്ചുകൾ തുടങ്ങിവെച്ച സമര പരമ്പരയുടെ ഭാഗമായി രാജ്യമെങ്ങും പ്രതിഷേധം അലയടിച്ചിരുന്നു. എന്നാൽ 500ഓളം പേർക്കെതിരെ കേസെടുത്ത ഏക BJP ഇതര സർക്കാരാണ് കേരളത്തിലേത്. ഉളുപ്പുണ്ടോ സതീശ, ഉളുപ്പുണ്ടോ ചെന്നിത്തലയെന്ന് മീഡിയ വൺ ചോദിക്കുമോ? ഇല്ലെന്ന് മാത്രമല്ല, ചത്ത പോലെ കിടക്കുകയും ചെയ്യും. ഇനി 10ാമത്തെ ചോദ്യം, അത് ഒരു കാഴ്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചോദ്യമാണ്. ഡൽഹി സമരത്തിന് പിന്തുണയർപ്പിച്ച്
അവസാന ദിവസങ്ങളിലൊന്നിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു. എം പിമാരെ മാത്രമല്ല, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ കൂടി രാഹുൽ ഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. ഇവരെല്ലാം കൂടിയാണ് അന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ വി ഡി സതീശൻ്റെ ശരീരഭാഷ ആരും ശ്രദ്ധിക്കുന്ന ഒന്നായിരുന്നു. വിളിക്കാത്ത കല്യാണത്തിന് പോയ ആളെപ്പോലെയായിരുന്നു സതീശൻ്റെ ശരീരഭാഷയെന്ന് ഒരു തമാശയ്ക്ക് അജിൻസ് പറഞ്ഞു പോയതല്ലാതെ സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തുറ്റ ജനകീയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നിരയിലെ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ ഇതിലൊന്നും തനിക്ക് താല്പര്യമില്ലെന്ന മട്ടിൽ നിൽക്കുന്ന കാഴ്ച ഏത് ജനാധിപത്യവാദിയാണ് അസ്വസ്ഥനാക്കാത്തത്? ഇവിടെയും പിണറായി വിജയൻ അല്ലാത്തതിനാൽ സതീശൻ അതിസമർത്ഥമായി മീഡിയ വണ്ണിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു. മീഡിയ വണ്ണേ, ന്യൂസ് ലാബിൻ്റെ ചോദ്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, 1-2 ദിവസം കൊണ്ട് 100-ലേറെ ചോദ്യങ്ങൾ ന്യൂസ് ലാബിൻ്റെ പക്കലുണ്ടാകും. നിങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, CPM-ന് സംഭവിച്ച പിഴവുകളെ പർവ്വതീകരിച്ച് 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെയും CPM-നെതിരെയും ഒരു മഴവിൽ മുന്നണി രൂപീകരിക്കണമായിരുന്നു. സോഷ്യൽ മീഡിയ വഴി നവകാല വിമോചന സമരമായിരുന്നു മീഡിയ വണ്ണിൻ്റെ ലക്ഷ്യം. അത് അവർ ഈസിയായി സാധിച്ചെടുത്തു. പക്ഷേ രാജ്യത്തെ മുസ്ലിങ്ങളെ ആകെ അപരവൽക്കരിക്കുന്ന സംഘപരിവാറിനോട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത്രമാത്രം ചങ്ങാത്തം കൂടിയിട്ടും ഒന്ന് പിണങ്ങിയിരിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്നതിൽ ന്യൂസ് ലാബിന് കനത്ത നിരാശയുണ്ട്. വരും ദിവസങ്ങളിൽ 2ാം ഘട്ട ചോദ്യങ്ങളുമായി കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.